അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ಅಂಧಕಾರದಿಂದ ಪ್ರಕಾಶದೆಡೆಗೆ ಬಾರಿಯವರು ನಲ್ಲದಾಯ ഒരു ടൈറ്റിലായിട്ടിക്കറ്. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം വന്നതായ എല്ലാ എൻ്റെ വേദിക്കയിലുള്ള ഞങ്ങളെ ഗുരു ಹಿರಿಯമാർ, ഇതേപോലെ SK സെമ്രെ, എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരെ, ഈ ರಾಯತങ്ങളെ നിങ്ങളെല്ലാവരും ഞാൻ ആദരവായി സ്വാഗതാക്കറെ. ഇന്ന് ഞങ്ങൾ ഇന്ത്യത്തിൽ മാത്രമല്ല ഇടീ പ്രപഞ്ചത്തിലെ ഞങ്ങളെ ടാർഗറ്റായുണ്ട് മുസ്ലിം ഉമ്മത്തരെ. ಅದಕ್ಕೆ ಮೇನ್ ಕಾರಣ ഞങ്ങളെ ആത്മസാക്ഷിയായിട്ട് ഞങ്ങൾ ചൊല്ലുള്ളത് അത് ഞങ്ങായിട്ടിക്കറ. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ നബിമാരെ കടത്തിയ അന്തിമ പ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് രണ്ട് കാര്യം ഏൽപ്പാടിയിട്ട് ഈ ദുനിയാവിൽ വിട്ടുപോയിത്ത്. അതായിട്ടിക്കറ് ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ്, നബിയുടെ ജീവനചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവനാക്കി ഞങ്ങൾ കാട്ടിത്ത് അതുപോലെ ഞങ്ങൾ ജീവനാക്കുള്ളത്. ഞങ്ങൾ എത്ര മാത്രം അതിലെ വിട്ടിട്ട് ഞങ്ങൾ നടക്കോ പോയ ജീവനാക്കോ പോയ അപ്പായിട്ടിക്കറ് ഞങ്ങൾ ഈ സമൂഹത്തിൽ ഞങ്ങൾ ഒരു ടാർഗറ്റായ ഞങ്ങൾ ಖಂಡಿತമായിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ട് നടന്നെങ്കിൽ ಖಂಡಿತമായിട്ട് അള്ളാഹു ഞങ്ങളെ രക്ഷിക്കാത്ത. ഇപ്പം ഞങ്ങൾക്ക് പിടിയുന്ന പോലെ പണ്ടത്തെ കാലത്ത് ഈ ഹൈന്ദവ സമുദായ ഞങ്ങൾ പള്ളിയാക്കിയിട്ട് മദ്രസാക്കിയിട്ട് തന്നത്, അങ്ങനെ മക്കളെ മുസ്ലിം ആക്കിയിട്ട് മങ്ങിലാക്കിയിട്ടും തന്നത് ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഞങ്ങളെ പള്ളിയുടെ ടാർഗറ്റ് ആക്കിയുള്ളവർ ഞങ്ങളെ മുസ്ലിം സഹോദരന്മാരെ ടാർഗറ്റ് ആയുണ്ട്. ಇದಕ್ಕೆಲ್ಲ 6 ಕಾರಣ ഞങ്ങൾ ഇട്ടിക്കറ ചൊല്ലു. ನಾನು എന്നായിട്ടും ഞങ്ങൾ ആ ഖുർആൻ സുന്നത്തിൽ പിടിച്ച് നടന്നെങ്കിൽ അള്ളാഹു അവൻ്റെ വൈബ്യായസായ ഞങ്ങൾ ആരും ബേജാറാവേണ്ടതില്ല. ಖಂಡಿತമായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സായ ಖಂಡಿತമായിട്ട് ബറു ചെന്നിട്ടു ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഞാൻ നെനപ്പാക്കിക്കൊണ്ടില്ല. അതേപോലെ ഞങ്ങൾ ഈ സമൂഹത്തെ, ഈ മുസ്ലിം ഉമ്മത്തിലെ അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കട്ട് ചെന്നിട്ട് ഞങ്ങൾ സദാ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ഉസ്താദ് മുസ്തഫ ആരംഭിച്ചെന്നെനിക്ക് ഞങ്ങളെ ಪ್ರತಿಯೊಂದು ಅಲ್ಲಾಹು ಕಬೂಲ್ ಹಾಕೊಂಡಾയെങ്കിൽ ഞങ്ങൾ ഏകദൈവ സിദ്ധാന്ത അള്ളാഹുവരമേ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. തൗഹീദിൽ ഞങ്ങൾ വേണം എന്നെങ്കിൽ ഞങ്ങളെ ഇബാദത്ത് അള്ളാഹ് കബൂലാക്കറ. ഇല്ലാണ്ടായെങ്കിൽ അത് കബൂലാവില്ല, അത് അക്സെപ്റ്റ് ആവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും ഖുർആനിಗೂ സുന്നത്തിಗೂ മടങ്ങുന്നിട്ട് നിങ്ങളുടെ എല്ലാവരും ನನ್ನ ನಫ್ಸಿರೊಟ್ಟಿಗೂ ನಾನು ചൊന്നിട്ടില്ല. അതായതുകൊണ്ട് ഞാൻ നോക്കറു എത്ര ചരിത്രം ഞങ്ങൾ നോക്കിക്കൊണ്ടില്ല. ഇസ്ലാമിൽ ആദമരെ പിടിച്ചിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തരും അള്ളാഹു എങ്ങനെ ആ കൗമരെ രക്ഷിച്ച, എങ്ങനെ ആ കൗമരെ ശിക്ഷിച്ചാണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു ചെറിയ വിഷയം ഞാൻ നിപ്പാട്ടിരുന്നു. എൻ്റെ ഒരു പ്രാക്ടിക്കൽ, ഞങ്ങളൊരു റായത്തൊരു ഉസ്താദ്, വലിയൊരു ആലിം, അയാൾ മരിച്ചു പോയിട്ട് പഠിച്ചവനെ അള്ളാഹു അയാളെ ഖബറിനെ വിശാലമാക്കിയിട്ട് കൊടുക്കട്ട്, അള്ളാഹു മഗ്ഫിറിലെ വർഹമു. അയാൾ ഇവിടുന്നാൽ ഇങ്ങനെ ഞങ്ങളെ ഓഫീസ് വന്നപ്പോൾ ഞാൻ അയാളുടെ എപ്പം ഖുർആൻ്റെ വിഷയമാവട്ടു ദീൻ്റെ വിഷയമാവട്ടു ഞാൻ അയാളുടെ പഠിച്ചുകൊണ്ടിരുന്നെ, അയാളുടെ കേട്ടിട്ട് മനസ്സിലാക്കിയിരുന്നെ. ഒരു നാൾ വെള്ളിയാഴ്ച ഇങ്ങനെ വന്നപ്പോൾ അയാളുടെ ചെന്ന് ഞാൻ ഉസ്താദ് ഞങ്ങൾ പള്ളിക്ക് പോകണ്ടേ. അപ്പോൾ എന്തു ഓക്കെ പള്ളിക്ക് പോയി. പള്ളിക്ക് പോകണേ കേട്ടത് ഞാൻ ഇബ്രാഹിം ഖലീൽ പള്ളി സ്റ്റേറ്റ് ബാങ്ക് റോഡുള്ളിൽ. അപ്പോൾ അയാൾ ചെന്നു നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് റോഡ് പള്ളിക്ക് നന്നെ വിളിച്ച വേണ്ടേമ്മ, അവിടെ പെണ്ണിങ്ങ വേണ്ടേ പള്ളിയല്ലേ, കാപ്പിരിങ്ങളെ പള്ളിക്ക് ഞാൻ വേണ്ടില്ലേ എന്ത്. അപ്പോൾ ഞാൻ അയാളുടെ കേട്ട ഉസ്താദ് മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിൽ പെണ്ണിങ്ങ പള്ളിക്ക് ബണ്ടാറല്ലേ ഉസ്താദ്. അപ്പോൾ ആ പള്ളി നിങ്ങൾ ചെന്ന് എനിക്കെത്ത പള്ളിയാ കേട്ടത് അയാളുടെ. അപ്പോൾ അയാളൊന്നും മുണ്ടില്ല. കുറേ നേരം മൗനമായിട്ട് പിന്നെ ചെന്നു ആയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ പോയിട്ട് അയാളെ വിളിച്ചു വന്നിട്ടാകുമ്പോഴത്തെ അയാളെ പകടിയും അതെല്ലാം കണ്ടിട്ട് ചെമ്മ ആൾ മറന്നിട്ട് കേട്ടാറ് നീ എങ്ങനെ വിളിച്ചു വന്നാറ്.
ನಾನು ಆಕಾಶದ ಕೈ ಎತ್ತಿ ಚೊನ್ನೆ, ನಂದು ಎಂದೂ ഇതിലില്ല, അള്ളാഹു നൻ്റെ പളക്ക അയാൾക്ക് എന്താ ഒരു മനസ്സ് തരച്ചിത്ത് അയാൾ നന്നിട്ടിಗೆ ಬಂತು ಅಂಡು ಕುತುಬ റബ്ബിൽ അവൽ തിങ്കളായിട്ടിക്കറ് കുത്തുബ എല്ലാം കഴിഞ്ഞ പിന്നെ അയാളെ ചങ്ങായി അയ പിന്നൊരു ഉസ്താദോടെ ഇന്ന് ബെല്ലമ്മ കാസിം മൊയിലാർ ഇപ്പോഴുണ്ട് അയാൾ ജീവിച്ചിട്ട്. അങ്ങനെ അയാൾ ഇയാൾ കട്ടിപ്പിടിച്ച് ചെണ്ടാൾ അരിക്കോത്ത് പിടിച്ചാറ്. അങ്ങനെ ചെണ്ടാൾ ഒട്ടിക പഠിച്ചങ്ങ ഉള്ളാളത്ത്. അപ്പോൾ ಭಾರಿ ಖುಷಿ ಆಯ್ತು. ನಾನು ಕುತುಬಾಕಿ ಜವ್ವರ ಐನಿಕೋಳು ನಿಂದಿಟ್ಟು ಅಯ್ಯಲು ನಾನು ಇಲ್ಲಿ ಮುಲಾಖತ್ತಾಕಿ ನಂಗೆ ಉಸ್ತಾದ್ ಬೆಲ್ಲ ಆಲಿಮು. അപ്പോൾ അയാളും ഭാര്യയിലെ കൊണ്ടാടിത്ത്. അങ്ങനെ ഞങ്ങൾ അവത്ത് വന്ന് ചോറുണ്ട. അങ്ങനെ ഞാൻ അയാൾക്ക് കേട്ട, ഉസ്താദ് നിങ്ങൾ ഒരു പളക്ക ചൊന്നരാറ്, ഞാൻ നിങ്ങളെ അവിടെ എന്ത് വിളിച്ചിരുന്നെങ്കിൽ അവിടെ മെമ്പറാക്കുമെന്നല്ല, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചില പഠിക്കരുത്, നിങ്ങളെ മുഖാന്തരം പഠിക്കുകൊണ്ടു ചൊന്നിട്ടു. നിങ്ങളെ ഒരു ആത്മീയത്തിൽ നിങ്ങൾ എത്രയോ വർഷത്തിൽ ഞങ്ങളെ റായത്ത് ഉസ്താദായിട്ടുണ്ടാറ്, ഖത്തീബായിട്ടുണ്ടാറ്, മുദരിസായിട്ടുള്ളാറ്, വലിയ നിങ്ങൾ ഒരു എൽമുറ ഭണ്ഡാര, നിങ്ങൾ എല്ലാം നിങ്ങൾ ഒരു ഗൊന്തിന്നിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു പലക്ക ചൊന്നാറ്, അത് സമമാ ഉസ്താദ് കേട്ടാനായിട്ട്. അപ്പോൾ അയാൾ ചൊന്നിട്ടു സമല്ല. പിന്നെ എന്ത് ചൊന്നാറ്, എല്ലാവരും ചൊല്ലുறாரு ചൊന്നിട്ട് ഞാൻ ചൊന്നേன்னு தெரியும். അപ്പോൾ വിഷയേന്ദ്രം എന്തെങ്കിൽ ഒരു വിഷയത്തെ കൂലങ്കുശായിട്ട് ഞങ്ങൾ പരീക്ഷാക്കണു, അത് സമമാ തപ്പാന്നിട്ട് ആരോ ഒന്ന് ചൊന്നിട്ട് ഞങ്ങൾ അതിലെ ബല ഇരുത്തವು സാധ്യമില്ല. അതായതുകൊണ്ട് ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ നിങ്ങൾക്ക് എല്ലാവരും ചൊന്നുകൊണ്ടില്ലേ, നിങ്ങളെല്ലാവരും ഖുർആൻ സുന്നത്തുക്ക് മടങ്ങണം. അത് അതിലായിട്ടിക്കറ് ഞങ്ങളെ വിജയ. ഇന്നത്തെ ആ ടൈറ്റിൽ കൂടെ അത് അന്ധകാരದಿಂದ പ്രകാശ ചെന്നെങ്കിൽ എല്ലാവന്മാരും ഇഷ്ടപ്പെട്ടിട്ട് പ്രകാശത്തായിട്ടിക്കറ്. ഇന്ന് ലൈറ്റ് പോയെങ്കിൽ ഞങ്ങൾ കൂടെ ദയിക്കോ സാധ്യമല്ല. അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഒരു പ്രകാശ വേണു, അതായിട്ടിക്കറ് ഖുർആൻ സുന്നത്ത് ചൊന്നിട്ടു. ഈ സന്ദർഭത്തിൽ ചൊന്നിട്ടു ഞങ്ങൾ എല്ലാവരും അള്ളാഹു ഞങ്ങൾ ഈഹപരത്തിൽ ഞങ്ങളെ അള്ളാഹു രക്ഷിക്കട്ട്, അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഞങ്ങൾ എത്തിച്ചു പോയിട്ട്. പഠിച്ചവൻ എത്ര ആൾമാർ ഈ പ്രസ്ഥാനത്തിലും ഈ റായത്തും മരിച്ചു പോയിട്ടിക്കുവാറ്. പഠിച്ചവൻ ഞങ്ങളെ കബൂരെ ഒരു സ്വർഗത്തോപ്പാക്ക് റബ്ബെ ചൊന്നിട്ട് ഈ സന്ദർഭത്തിൽ ചൊന്നിട്ടു എൻ്റെ ഈ പലക്കത്ത് നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.